ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ശ്രീകൃഷ്ണ ജയന്തി വന്നെത്തുകയാണ്. 2025 സെപ്റ്റംബർ 14 ഈ വരുന്ന ഞായറാഴ്ച ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി. ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രധാന വഴിപാടുകൾ, ജപിക്കേണ്ട പ്രധാന മന്ത്രങ്ങൾ, അതുപോലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് അനുഷ്ഠിക്കേണ്ട വ്രത രീതികൾ, എങ്ങനെയൊക്കെയാണ് വ്രതാനുഷ്ഠാനങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. എന്റെ ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. വീഡിയോയിലേക്ക് കടക്കാം. ശ്രീകൃഷ്ണ ജയന്തി ഈ വരുന്ന ഞായറാഴ്ച ദിവസമാണ്. അതായത് ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷം, അതായത് കൃഷ്ണ പക്ഷത്തിലെ അഷ്ടമി തിഥിയിൽ വരുന്ന രോഹിണി നക്ഷത്രത്തിലാണ് ശ്രീകൃഷ്ണ സ്വാമി ജനിച്ചത്. ഈ ഞായറാഴ്ച സെപ്റ്റംബർ 14 രോഹിണി നക്ഷത്രം 5 നാഴിക 57 വിനാഴിക രോഹിണിയും, അതുപോലെ തന്നെ തിഥി വന്നിരിക്കുന്നത് അഷ്ടമി 52 നാഴിക ആണ് തിഥി വന്നിരിക്കുന്നത്. അന്നേ ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ആചരിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് വ്രതം അനുഷ്ഠിക്കുന്നത് വഴി എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്ക് കിട്ടുക? ജീവിതത്തില് നല്ല രീതിയിലുള്ള സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, ദമ്പതികൾക്കിടയിൽ വളരെ സമാധാനപരമായിട്ടുള്ള നല്ല കളത്രപരമായിട്ടുള്ള മുന്നേറ്റം, അതുപോലെ തന്നെ സന്താന ലബ്ധിക്കായിട്ട് വളരെ ഉത്തമമാണ് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള നിലവാരം കൂടുകയും നല്ല രീതിയിലുള്ള ബുദ്ധി വൈഭവം ആർജിച്ചെടുക്കാനും സഹായകരമാവുന്നതാണ്. ജീവിത ക്ലേശങ്ങളെല്ലാം മാറ്റിയെടുക്കാനും ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. വ്രതം അനുഷ്ഠിക്കുമ്പോൾ തലേ ദിവസം മുതൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി വ്രത ദിവസം ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധിയായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്താം. അതുമല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ്. ഒരു നേരം അരി ആഹാരം എന്ന രീതിയിൽ വ്രതം അനുഷ്ഠിക്കുക. പൂർണ്ണമായിട്ടും ആഹാരം ഒഴിവാക്കി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഇങ്ങനെയുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കാൻ. ലഘുവായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ക്ഷേത്ര ദർശനം നടത്താം. രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിച്ച് ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. പ്രധാനമായ മന്ത്രം തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കയിൽ കാഞ്ചനോടക്കുഴലും അധ പിടിച്ചൂതി മന്ദഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ. ഈ മന്ത്രം വിളക്ക് തെളിയിച്ച് രാവിലെയും വൈകിട്ടും ജപിക്കുക. അതുപോലെ തന്നെ മൂലമന്ത്രമായ അഷ്ടാക്ഷരം ഓം നമോ നാരായണായ 108 തവണ ജപിക്കുക. സന്താന ലബ്ധിക്കായി സന്താന ഗോപാല മന്ത്രം ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പഠന സംബന്ധമായിട്ടുള്ള ബുദ്ധി വികാസത്തിനായിട്ട് വിദ്യാഗോപാല മന്ത്രം ജപിക്കുക. ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് ആയുർഗോപാല മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും മന്ത്രങ്ങൾ ജപിക്കുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമവും ജപിക്കാവുന്നതാണ്. അങ്ങനെ വ്രതം അനുഷ്ഠിച്ച് തൊട്ടടുത്ത ദിവസം വീണ്ടും ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം മുറിക്കാവുന്നതാണ്. ആ ദിവസം കൂടി മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇത്രയാണ് വ്രതം അനുഷ്ഠിക്കേണ്ട രീതി. അടുത്തത് പറയാൻ പോകുന്നത് ക്ഷേത്ര ദർശനം നടത്തി ചെയ്യേണ്ട പ്രധാന വഴിപാടുകൾ എന്തെല്ലാമാണ്, അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭഗവാന് പാൽപായസം വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തുളസി മാല ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ത്രിമധുരം, ഉണ്ണിയപ്പം, കദളിപ്പഴം, തൃക്കൈ വെണ്ണ എന്നിവ വഴിപാടായിട്ട് സമർപ്പിക്കാം. സന്താന ലബ്ധിക്കായിട്ട്
സന്താന ഗോപാല സൂക്താർച്ചന നടത്താവുന്നതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനമാണ് നടത്തുന്നതെങ്കിൽ കുടുംബ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം മാറാൻ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ വളരെ നല്ല രീതിയിൽ ഉള്ള ആ ഒരു മുന്നേറ്റം കിട്ടുന്നതിനായി ലക്ഷ്മി നാരായണ പൂജ നടത്താവുന്നതാണ്. അവിടെയും പാൽപ്പായസം വഴിപാടായിട്ട് സമർപ്പിക്കാം, തുളസിമാല വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ വൈഷ്ണവ ക്ഷേത്രത്തിലോ ദർശനം നടത്താവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ. അപ്പം പ്രധാന മന്ത്രങ്ങൾ, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക, പ്രധാന വഴിപാടുകൾ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒരു കാര്യം കൂടി, ഈ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് എന്റെ പൂജാ പ്രാർത്ഥനയിൽ അന്നത്തെ ദിവസം സ്പെഷ്യൽ പൂജാ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, പൂർണ്ണമായിട്ടും സൗജന്യപരമാണ്. ആസ്ട്രോളജി റിലേറ്റഡ് ഓൺലൈൻ കൺസൾട്ടിങ്ങിന്, അങ്ങനെ ഓൺലൈൻ ജ്യോതിഷപരമായിട്ട് അങ്ങനെ കൺസൾട്ടിങ് കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.